أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യം സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹവും സുഖവും നൽകി നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സ്നേഹിക്കുമാറാവട്ടെ. ഇനി ശറഹുൽ ഹംസയുടെ 5ാമത്തെ ക്ലാസ്സാണ്. ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആ ഒരു ബെയ്ത്ത് തന്നെ തീർന്നിട്ടില്ല. ഹബീബ നബി തങ്ങളുടെ സ്ഥാനമാനങ്ങൾ, എല്ലാവരേക്കാൾ നബിക്കുള്ള ഉയർച്ച, അതിൽ വന്ന സിറാജുൽ മുൽഖീൻ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ ബാക്കി ഭാഗം ഒമിൻഹ, ആ മസ്അലകളിൽപ്പെട്ട് തന്നെയാണ് മാ അഫാദഹു കലാമുഹു മിൻ ജവാദി തഫ്ദീലി ബൈനൽ അംബിയാഇ, അംബിയാക്കൾക്ക് ഇടയിൽ തന്നെ തഫ്ദീലാക്കുക, ഏറ്റവും വ്യത്യാസം ചെയ്ത് ഉന്നത സ്ഥാനം കൽപ്പിക്കാൻ പറ്റും അംബിയാക്കൾക്ക് ഇടയിൽ, അത് ജായിസാണ് എന്നതുപോലും സിറാജുൽ മുൽഖീനി ഇമാമിന്റെ കലാമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കണം. ഹുവമാ അലൈഹി ആമത്തുൽ ഉലമായി, പൊതുവെ പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യത്തിന്റെ മേലാണുള്ളത്. ചിലവരേക്കാൾ സ്ഥാനമുണ്ട് എന്നുള്ളതാ. അതങ്ങനെ പറയാൻ വെറുതെ പറഞ്ഞതല്ല. ലിമാ മറ മിൻ അദില്ലത്തി സ്വരിഹത്തി ബിഹി, ഈ തഫ്ദീലാക്കുന്ന വിഷയത്തിൽ വ്യക്തമായതായിരിക്കുന്ന തെളിവുകൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അത് പരതിയാൽ മനസ്സിലാകും. അപ്പൊ ഇവരുടെ സംശയം വരിക, തഫ്ദീലാക്കാൻ പറ്റും ചില അമ്പിയാക്കൾക്കിടയിൽ എന്ന് വന്നാൽ വിശുദ്ധമായ ഖുർആൻ ഈ പറഞ്ഞതിന് എതിരല്ലേ? ഏതാണ് ആയത്ത്? അമ്മാ ഖൗലുഹു തആല ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും എന്നുണ്ടല്ലോ. പ്രവാചകന്മാരെന്ന് ഒരാൾക്കിടയിലും നമ്മൾ വിട്ടുപിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തഫ്ദീല് ബൈനൽ അംബിയാക്ക് ഇടയിൽ തഫ്ദീല് ജവാസ എന്ന് പറയുമ്പോൾ എതിരല്ലേ ആയത്ത് എന്നാണ്. അത് മറുപടി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിശദീകരിക്കുന്നു. ഫൗവ ബിഇഅ്തിബാരിൽ ഈമാനി ബിഹിം, അവരെ കൊണ്ട് വിശ്വസിക്കുക എന്ന കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പ്രവാചകന്മാർ എല്ലാവരെ കൊണ്ടും വിശ്വസിക്കണം, അതിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ്. ബിമാ ഉൻസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട കാര്യം, അതിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നില്ല. ആ പ്രവാചകന്മാരിലേക്ക് ഇറക്കപ്പെട്ട കാര്യം കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ഒരുപോലെയാണ് എന്നാണ് ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് കൊണ്ട് തഫ്ദീല് ബൈനൽ അംബിയാഇൽ ജവാസ് വരും എന്നതിൽ തടസ്സമൊന്നുമില്ല. പിന്നെ ഇനി ഹദീസ പറയാനുള്ളത്. ആയത്തിന്റെ സംശയം തീർത്തല്ലോ. അമ്മൽ ഹദീസ് സ്വഹീഹത്തു, അപ്പൊ സ്വഹീഹായ ഹദീസുകൾ ഏതൊക്കെയാണ്? ലാ തുഫദ്ദിലൂനി അലൽ അംബിയാഇ എന്നൊരു ഹദീസ്, നിങ്ങൾ അംബിയാക്കളെക്കാൾ എന്നെ നിങ്ങൾ എന്താവണ്ട, ശ്രേഷ്ഠനാക്കണ്ട എന്നൊരു ഹദീസ്. ലാ തുഫദ്ദിലൂ ബൈനൽ അംബിയാഇ, അംബിയാക്കൾക്ക് ഇടയിൽ നിങ്ങൾ എന്താവരുത്, ശ്രേഷ്ഠമാക്കരുത് എന്നും പറഞ്ഞു. 3ാമത്തൊരു ഹദീസ് ലാ തഖയ്യറൂ ബൈനൽ അംബിയാഇ, അംബിയാക്കൾക്ക് ഇടയിൽ നിങ്ങൾ എന്താവരുത്, തെരഞ്ഞെടുക്കരുത്, എല്ലാരും ഒരുപോലെ കാണുമെന്നല്ല ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ സ്വഹീഹായ ഹദീസും അതുപോലെ ബഹുമാനപ്പെട്ട സിറാജുൽ മുൽഖീനി ഇമാം അവറുകൾ വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് അംബിയാക്കൾക്കിടയിൽ തഫ്ദീൽ പറ്റുമെന്ന് വരുമ്പോൾ ഇതും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായില്ലേ എന്നുള്ളതാണ്. ഈ 3 ഹദീസും എവിടെയാണെന്ന് ചോദിച്ചാൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതൊക്കെ, അതിൽ കാണും. എങ്കിൽ അതിന്റെ മറുപടി പറയാം. ഫഹിയ, അപ്പോൾ ഈ പറഞ്ഞ ഈ ഹദീസുകളൊക്കെ നബി പറഞ്ഞു തന്നെയാണ്, ശരി തന്നെയാണ്. ഇമ്മ ഖബല ഇൽമി ബിത്തഫ്ദീലി വ അന്നഹു അഫ്ളലുഹും, ഹബീബായ നബി തങ്ങൾക്ക് വഹി വന്നില്ല. എന്തുകൊണ്ട്? ഹബീബായ നബി തങ്ങൾ ഈ പ്രവാചകന്മാരെക്കാൾ നബിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ടും അവരെക്കാൾ ഉന്നതരാണ് എന്നും ശ്രേഷ്ഠമാക്കണം എന്നതുകൊണ്ടുമുള്ള ഒരു അറിവ് നബിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുന്നതിന്റെ മുമ്പുള്ളൊരു അറിവാണ് നബി തങ്ങൾ പറഞ്ഞത് എന്ന് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കവോ ഇമ്മ മഹമൂലത്തുന തവാളി, നബിക്കത് അറിയാം. എന്നിരുന്നാലും വിനയാന്വിതനായ നബി തങ്ങളല്ലേ, അറിവ് കൂടുന്തോറും മഹത്തരങ്ങൾ കൂടുന്തോറും കിബർ കൂടൂലല്ലോ മഹാന്മാരായാൽ. അപ്പോൾ അവർ വിനയത്തിന്റെ സ്വരത്തിൽ പറഞ്ഞതാണ് എന്ന് വെച്ച് ചുമത്താം. ലിതസ്രീഹി ബിത്തഫ്ദീലി, മഹാനായ നബി തങ്ങൾ തന്നെ ശ്രേഷ്ഠമാക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതൊക്കെ വിനയത്തിന്റെ മേലിലാണെന്ന് വെക്കുക. അല്ലെങ്കിൽ 3ാമതായി നമുക്ക് പറയാനുള്ളത് ഔ അലാ തഫ്ദീലി യുഅദ്ദി ഇലാ തൻഖീസിൻ ബിവജ്ഹിൻ, ഒരു വിധേനയും മറ്റുള്ള പ്രവാചകന്മാർക്ക് ചുരുക്കം വരുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്താവരുത്, എന്നെ ശ്രേഷ്ഠപ്പെടുത്തരുതെന്ന. എന്നെങ്കിലും ശ്രേഷ്ഠപ്പെടുത്തണം. ആ ശ്രേഷ്ഠപ്പെടുത്തൽ കൊണ്ടും മഹത്വപ്പെടുത്തൽ കൊണ്ടും മറ്റു പ്രവാചകന്മാർക്ക് ചുരുക്കങ്ങൾ വരരുത്. ഔ ഇലാ ഹത്തിൻ മിൻ മഖാമി അഹദിഹിം,
അല്ലെങ്കിൽ അവരിന്ന് ആരെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് പറ്റ് കീപ്പോട്ട് പോലെ എന്താക്കും കൂട്ടും. അങ്ങനെ താഴ്ന്ന പടിയിലേക്ക് എത്തുന്ന വിധത്തിലൊന്നും തഫ്ളീലാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഉന്നതൻ തന്നെയാണ്, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ നിസ്സാരമായി കാണരുത് ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോഴും നബിക്ക് ശ്രേഷ്ഠതയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അലൈഹിമ ഈ തൻഖീസും വിവജിഹും ഇലാഹത്തിൻ മഖാമി അദീം എന്ന ഈ അഭിപ്രായ പ്രകാരം യദുല്ലു സിയാഖുൽ ഹദീസ് ഈ പറഞ്ഞ ഹദീസിനെ കൊണ്ടുവരൽ അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഹദീസുകളൊക്കെ ചുമത്താം, എന്തിന്റെ മേൽ ചുമത്തി വെക്കാം? ഔ അല തഫ്ദീൽ ബിദാത്തിൻ നുബുവത്തി അവ റിസാലത്തി, പ്രവാചകന്മാർക്കൊക്കെ റിസാലത്തുണ്ട്, നുബുവത്തുണ്ട്. ആ നുബുവത്ത് റിസാലത്ത് എന്ന ദാത്തിൽ അവരെക്കാൾ എനിക്ക് വലിയ സ്ഥാനത്തുമില്ല, ഓർക്കുണ്ട് എനിക്കുണ്ട് നുബുവത്തും റിസാലത്തും. അങ്ങനെയാണ്. അങ്ങനെ വെക്കുമ്പോഴും ഈ പറഞ്ഞ 3 ഹദീസിലെ അർത്ഥം ശരിയായി. ഫഇന്നഹും കുല്ലുഹും മുസ്തൈഖൂന ഫീ ദാലിക, നുബുവത്ത് റിസാലത്ത് എന്നതിന്റെ ദാത്തിൽ എല്ലാ അമ്പിയാക്കളും കൂറാണല്ലോ. ലാ യതഫാവത്തൂന ഫീഹി, ആ ദാത്തിൽ അവരെന്താവില്ല, ഏറ്റ വ്യത്യാസമില്ല. വഇന്നമാ യതഫാവത്തൂന ഫീ സിയാത്തിൽ അഹ്വാൽ വൽ മആരിഫ് വൽ ഖുസൂസിയാത്ത് വൽ കറാമാത്തി, ബഹുമാനങ്ങൾ, പ്രത്യേകതകൾ, അറിവുകൾ, അവസ്ഥകൾ, ഇത്തരം കാര്യങ്ങൾ ഏറ്റ വ്യത്യാസമുണ്ട്. അത് ഹബീബായ നബിക്ക് തന്നെയുള്ളൂ. ആ വ്യത്യാസം വരിക എന്നല്ലാതെ ഈ പറഞ്ഞ രൂപത്തിലൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഹദീസുകളെയും ആയത്തുകളെയും മനസ്സിലാക്കിക്കൊണ്ട് വ്യാഖ്യാനിച്ച് നബിക്കുള്ള സ്ഥാനം നൽകേണ്ടത്. ഇതൊന്നും വാസ്തവത്തിൽ നമുക്കറിയൂല. ഇപ്പൊ മഹാനായ ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ ഇങ്ങനെ ഷറഹുണ്ടാക്കി പറഞ്ഞ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ എത്ര ലളിതമായി നമുക്ക്. ഇനി ഇവിടെ വേറൊന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് നമുക്ക് എന്താണോ അഭിപ്രായങ്ങൾ തോന്നിയെങ്കിൽ ആ അഭിപ്രായം കൊണ്ടുള്ള തഫ്ളീല്, ആ തഫ്ളീലിന്റെ മേലിലാണ് ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ചുമത്തുക എന്നൊരു വാദമുണ്ട്. ആ വാദം അതിന്റെ സ്ഥാനത്തെ അല്ല, വെറുതെ ഒരു വാദമാണ്. കാരണം അന്ന തഫ്ളീല ദാലിക ബിർറഈൽ മഹൽ, വെറും ഒരു അഭിപ്രായം വെച്ചുകൊണ്ടൊരു തെളിവുമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തഫ്ളീലാക്കുക, പ്രവാചകന്മാർക്കിടയിലുള്ള തഫ്ളീൽ നടത്തല് മുജ്മഉൻ അലാ മൻഇ, അത് പാടില്ല എന്നതിന് വലിയ ഇജ്മാ ആണ്. അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ ഇജ്മാന് പൊളിക്കല് വരും, അത് അപകടം ചെയ്യും. പിന്നെ അങ്ങനെ തഫ്ളീലിന്റെ മേലിൽ അറിയിക്കുന്ന വല്ല ലക്ഷ്യമുണ്ടെന്ന് വെക്കുക. അത്തരം ലക്ഷ്യം കൊണ്ട് തഫ്ളീല് നടത്തുകയാണെങ്കിലോ ആ തഫ്ളീലിനെ തടുക്കാൻ ഒരു ന്യായവുമില്ല. അപ്പൊ തെളിവില്ലാതെ പറയരുത് എന്ന് ചുരുക്കം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള 2 ഹദീസ് വേറുണ്ട്. എന്ത്? അമ്മൽ ഹദീസാനി സ്വഹീഹാനി, അപ്പൊ സ്വഹീഹായി വന്ന 2 ഹദീസ്. അന ഖൈറും മിൻ യൂനുസ് ബിൻ മത്താ. ഒന്ന്, മൻ ഖാല അന ഖൈറും മിൻ യൂനുസ് ബിൻ മത്താ ഫഖദ് കദബ. 2 ഹദീസ്. ഈ 4 ബുഖാരി, 2 ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് കൊണ്ട് മുജാഹിദുകൾക്കും ജമാഅത്തുകൾക്കും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ മേൽ കുതിര കയറാം. അങ്ങനെ കയറാതിരിക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടൊന്നും നബി തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ സ്ഥാനമില്ല എന്ന് പറയരുത്. ഈ 2 ഹദീസിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരാൾക്ക് യോജിച്ചതല്ല. യൂനുസ് ബിൻ മത്ത, മത്തയുടെ മകനായ യൂനുസിനേക്കാൾ എനിക്കാണ് സ്ഥാനം, ഞാനാണ് ഉന്നതൻ എന്ന് പറയാൻ പറ്റൂല. രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മത്തയുടെ മകനായ യൂനുസ്, ആ യൂനുസിനേക്കാൾ ഞാനാണ് ഉന്നതനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ്. ഇത് സഹിയായ ഹദീസല്ലേ, ബുഖാരിലെ ഹദീസാണ്. ഇതെടുത്തുകൊണ്ട് നബി തങ്ങൾക്കാണ് കൂടുതൽ സ്ഥാനമെന്ന് പറഞ്ഞാൽ അപകടമല്ലേ എന്ന് നമ്മളെ പേടിപ്പിക്കും വിദ്യാർത്ഥികാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നു ഈ 2 ഹദീസ്. യൂനുസ, ഇവിടെ യൂനുസ് മറ്റു പ്രവാചകന്മാരെന്നും പറഞ്ഞിട്ടില്ല. യൂനുസ് നബിനെ എടുത്തുകൊണ്ട് തന്നെ ഈ 2 ഹദീസിൽ തഖ്സീസാക്കി പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്താ? ഹിക്മത്ത് എന്നറിയാമോ? അതിന്റെ ഫിൽ ഖുർബി മിനൽ ഹഖ്, അള്ളാഹുവിനോട് അടുക്കുക എന്ന കാര്യത്തിൽ ഇവ 2 പേർക്കും ഏറ്റ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. നബിക്കുള്ള അടുപ്പിന്റെ അത്ര അടുപ്പ് യൂനുസ് നബിക്കില്ല എന്ന് തോന്നിപ്പിക്കും. ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ഏറ്റ വ്യത്യാസം, ഒരു ഊഹന വരുന്നുണ്ട്. ആ ഊഹന ഇല്ലാതെയാക്കാനാണ് യൂനുസ് നബിനെ പ്രത്യേകമായി അവിടെ എടുത്തു പറഞ്ഞത്. എന്താ അങ്ങനെ വരാൻ കാരണമുണ്ട്. രൂപത്തിൽ അവർ 2 പേരുടെ സ്ഥാനങ്ങൾ വൈരുദ്ധ്യം വന്നതിന് വേണ്ടി, എതിരായതിന് വേണ്ടി. എന്തുകൊണ്ട്?
ഹാബ കൗസയിലേക്ക് വരെ നമ്മുടെ നബി ഉയർത്തിക്കൊണ്ടുപോയി. നുസൂലി യൂനുസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിനെ താഴ്ത്തിയിലാക്കാൻ ബഹരി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ വരുമ്പോൾ യൂനുസ് നബിയേക്കാൾ ഉന്നതൻ നമ്മുടെ നബിയാണ് എന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ രണ്ടാക്കും സ്ഥാനത്തിൽ മാറ്റം വരാൻ കാരണം അള്ളാഹുവിലേക്കുള്ള അടുക്കുക. ഈ അടുപ്പിൽ മാറ്റം വന്നല്ലോ എന്ന് തോന്നിപ്പോയി. ആ തോന്നി ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടൊന്നും നബി തങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ഈ ഹദീസ് വിധേയത്തേര് പറയണ്ട. അയിലാദത്ത വക്കമൂമിൻ ആദ തവാമുത്തി സുവരി, ഈ രൂപത്തുള്ളതായിരിക്കുന്ന ഏറ്റ വ്യത്യാസത്തിൽ നിന്ന് ഊഹിക്കണ്ട. തഫാവുത്തൽ ഖുർബി വൽ മുഅദി മിനല്ലാഹി തആല, അല്ലാഹു തആല അല്ലാഹുവിലേക്ക് അള്ളാഹുവിനോട് അടുക്കുക വിദൂരത്താവുക എന്ന കാര്യത്തിൽ ഏറ്റ വ്യത്യാസമുണ്ടെന്ന് തോന്നിപ്പിക്കണ്ട. ബൽ പിന്നെ ഇസ്മത്തു കുല്ലിൻ ഇലൈഹി വാഹിദത്തുൻ, അള്ളാഹുവിലേക്ക് ചേരുക എന്നതിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ്. മക്കാനുകുമാ, രണ്ടുപേരുടെയും സ്ഥാനമാനങ്ങൾ ഏറ്റ വ്യത്യാസം വന്നാലും അള്ളാഹുവിലേക്ക് ചേരുക എന്ന കാര്യത്തിൽ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നാണ്. മക്കാനി, കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗമില്ല, സ്ഥലവുമില്ല, തൊട്ടക്കള്ള മേലെയല്ലേ, മേലെ ആയതുകൊണ്ടാണ് ഒക്കെ ഒന്നാന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ഥലം വെച്ചുകൊണ്ട് കൈതാക്കുക, അങ്ങനെ കൈതാക്കുന്ന ഒരു തഫ്ളീലുണ്ട്. അത്തരം ഒരു തഫ്ളീലിനെ തൊട്ട് നെഗി ചെയ്യലാകുന്നു ഈ പറഞ്ഞ ഹദീസിലുള്ളത്. ലാ മുത്തലഖൻ, മുത്തലഖൻ നൽകല്ല, മുത്തലഖൻ നൽകി ചിന്തിച്ച അബീബാരിബ് തന്നെയാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും അതിന്റെ ബാക്കി സംശയങ്ങൾ വരുന്ന ചർച്ചകളുണ്ട്. ആ ചർച്ചയാണ് ഇനി മഹാനവറുകൾ നമ്മോട് പറയുന്നത്. നാളെ ക്ലാസ് ഉണ്ടാവുകയില്ല, നാളെ ലീവായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യാഴാഴ്ച കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലുള്ള എല്ലാ പാകപ്പിഴകളും പുറത്തു കിട്ടാൻ നിങ്ങൾ അള്ളാഹോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് ഇൽമ് കനിഞ്ഞേകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദുആവസിയത്തോടുകൂടെ ഈ ക്ലാസ് നിങ്ങളിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.